ഹായ്, ഇത് നമുക്ക് 14ാമത്തെ ക്വസ്റ്റിനിലേക്ക് കടക്കട്ടോ. 14ാമത്തെ ക്വസ്റ്റിന് ആക്ച്വലി മെട്രിക്സ് എന്ന ചാപ്റ്ററിലെ ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്. മെട്രിക്സ് ആൻഡ് ഡിറ്റർമിനൻസിലെ ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്. അപ്പൊ ഇത് കണ്ടാൽ നിങ്ങൾക്ക് അറിയാം അതാണ് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ എന്ന ടോപ്പിക് ക്വസ്റ്റൻ ആണ് അല്ലെ. എന്താണ് പറഞ്ഞത്? ഇത് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് എക്സ് പ്ലസ് 2y എക്സ് പ്ലസ് വൈ പ്ലസ് 2z ഈക്വൽ 6. ഏതൊക്കെയാ? എക്സ് പ്ലസ് വൈ പ്ലസ് 2z ഈക്വൽ 6. പിന്നെ ആരാ? 2x പ്ലസ് 3y പ്ലസ് az ഈക്വൽ a പ്ലസ് 1 അല്ലെ. പിന്നെ ആരാ? മൈനസ് എക്സ് മൈനസ് 3y പ്ലസ് bz ഈക്വൽ 2b. ഇതാണ് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് അല്ലെ. ഇതിന് എന്തുണ്ടെന്ന് പറഞ്ഞ് ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസ് ആ അല്ലെ. നമുക്ക് എല്ലാവർക്കും അറിയാം ഇൻഫൈനറ്റ്ലി മെനി സൊല്യൂഷൻ ആണുള്ള കണ്ടീഷൻ എന്താ? ഡിയും d1ഉം d2ഉം d3ഉം 0 ആവണ്ടേ അല്ലെ. കാരണം ഇൻഫൈനൈറ്റ് മെനി സൊല്യൂഷൻ ആണെങ്കിൽ ഡിയും d1ഉം d2ഉം d3ഉം എല്ലാവരും എന്താണ് 0 ആണ്. അത് ഓക്കെ. അങ്ങനെ എന്താ നമുക്ക് അവസാനം കാണുന്നത്? 7a plus 3b അല്ലെ. അപ്പൊ 7a plus 3b കാണണമെങ്കിൽ ആദ്യം എന്ത് കാണും? എയും ബിയും കാണണ്ടേ. അപ്പൊ ഈ കാണുന്ന ഇൻഫർമേഷൻ ഉപയോഗിച്ച് ആരെ കാണുക? എയും കാണുക, ബിയും കാണുക, then 7a plus 3b കാണുക. ഇതാണ് ലക്ഷ്യം. സോ ആദ്യം d equal 0 എടുത്തു. എന്താണ് അവിടെ d വരിക? വാട്ട് ഈസ് d ഹിയർ? കോഎഫിഷ്യന്റ് മെട്രിക്സ് ഡിറ്റർമിനന്റ് അല്ലേ. എന്താ വരിക? 1 1 2. പിന്നെ ആരാ? 2 3a. പിന്നെ ആരാ? -1 -3b. ഇതെന്താ? 0 അല്ലെ. സോ ഫസ്റ്റ് റോ ബേസ് എക്സ്പാൻഡ് ചെയ്യുന്നത് വരിക 1 into 3b plus 3a -1 into 2b plus a that plus 2 into -6 plus 3 equal എന്തായി? 0 ആയി അല്ലെ. ആ ബ്രാക്കറ്റ് ഓപ്പൺ ആയി ഡിറ്റർമിനന്റ് ഓപ്പൺ ആക്കാം. എന്താ വരിക? 3b plus 3a. ഇവിടെ നിന്ന് ഞാൻ സോൾവ് ചെയ്യണേ. എന്താ വരിക? 3b minus 2b എന്താ? b അല്ല. പിന്നെയോ 3a minus a എന്താ? 2a. പിന്നെ എന്താ വരിക? ഇവിടെ നോക്ക് -6 plus 3 -3 അല്ലേ. -3 into 2 -6 അല്ലേ. -6 ഇങ്ങോട്ട് പോയി +6 ആവൂലേ. സോ ഇതാണ് ഇക്വേഷൻ നമ്പർ 1. b plus 2a ഈക്വൽ ടു ആരാ? 6 ആണ്. സോ ഇക്വേഷൻ നമ്പർ 1 ആയി അല്ലെ. ഇനി ഇക്വേഷൻ നമ്പർ 2 എന്ന് കേൾക്കാം. അതായത് ബിയും എയും നമ്മൾ ഒരു ഇക്വേഷൻ ആയുള്ളൂ അല്ലെ. ഒരു ഇക്വേഷൻ കൂടി കിട്ടിയാൽ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റുള്ളൂ അല്ലെ. കാരണം എയും ബിയും രണ്ട് വേരിയബിൾ ആകുമ്പോൾ രണ്ട് ഇക്വേഷൻ വേണ്ടേ അല്ലെ. സോ രണ്ടാമത്തെ ഇക്വേഷനിലേക്ക് കിടക്കണം. എന്താ d1 ഈക്വൽ 0 കൊടുക്കുക അല്ലെങ്കിൽ d3 ആക്കാം. d1 d2 d3 കൊടുക്കാട്ടോ. പക്ഷെ d1 കൊടുത്ത പ്രശ്നം വെച്ചാല് ഈ 1 2 -1 പകരം ആര് വരും? ഇയാൾ വരും. അപ്പോൾ വേരിയബിൾ a+1 കുറെ എയും വരും. കാരണം കാൽക്കുലേഷൻ വളരെ ബുദ്ധിമുട്ടാവും കേട്ടോ. കാൽക്കുലേഷൻ മാക്സിമം എന്താക്കുക? ഈസി ആക്കുക. അതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഞാൻ d3 കൊടുത്താണ്. ആ d3 കൊടുക്കുമ്പോൾ തരിക ഫസ്റ്റ് റോ മാറ്റൽ, ഫസ്റ്റ് കോളം മാറ്റല്ല 1 2 -1, സെക്കൻഡ് കോളം മാറ്റല്ല 1 3 -3 ആണ്. ആര് മാറും? തേർഡ് കോളം മാറിയിട്ട് ആര് വരും? 6a plus 1 2b വരില്ലേ. അപ്പൊ 6a plus 1 2b വരും. ഇതിന്റെ വാല്യൂ എന്താ? 0 അല്ലെ. അഗൈൻ ഫസ്റ്റ് റോ ബേസ് ഇത് എക്സ്പാൻഡ് ചെയ്യുന്ന വരിക. ഫസ്റ്റ് റോ ബേസ് ഇത് എക്സ്പാൻഡ് ചെയ്യുക 1 into 6b plus 3 into a plus 1. then -1 into 4b plus a plus 1 plus 6 into എന്താ വരിക? 6 into -6 plus 3 ഈക്വൽ ആരാ? 0 അല്ലെ. ഇനി ആ ബ്രാക്കറ്റ് നോക്കണം. എന്ത് വരിക? 6b plus 3a plus 3 then -4b -a -1. ഇതോ? ഇത് -3 into 6 അല്ലേ. -18 ഈക്വൽ 0 അല്ലേ. അപ്പൊ എന്താ വരിക? 6b minus 4b 2b അല്ലേ. then 3a minus a എന്താ? 2a. 3 -1 2 അല്ലേ. 2 -18 -16 അല്ലേ. അതും കൂടെ എന്തായി? +16 അല്ലെ. അപ്പൊ 2b plus 2a plus 16 അല്ലേ. നേരത്തെ എന്ത് കിട്ടി? b plus 2a എന്താ? what is b plus 2a? 6 അല്ലേ. അത് രണ്ട് കുറക്കുക. അപ്പൊ എന്താ? 2b minus b അല്ലേ. 2a minus 2a 0 അല്ലേ. 16 minus 6 എന്താ? 10. സോ b equal 10 അല്ലെ. b കിട്ടിയ a കിട്ടാനേ ഈ ഇക്വേഷൻ കൊടുത്താൽ പോരെ. ആ ഇക്വേഷൻ ആരാ? b plus 2a equal 6 അല്ലേ. b 10 ആവുമ്പോ 10 plus 2a എന്താ? 6. അപ്പൊ 2a എന്താ? -4. അപ്പൊ a എന്താ? -2 അല്ലെ. സോ a -2 ആണ്, b 10 ആണ്. കാണേണ്ടത് ആരെയാ? 7a plus 3b. സോ 7a -2 ആകുമ്പോ 7a എന്താ? -14. 3b b 10 ആകുമ്പോ 30 അല്ലേ. സോ -14 plus 30 equal 16. ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ആൻസർ. വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള വളരെ ഈസി ആയുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒന്നുമില്ല, ഇൻഫൈനൈറ്റ് മെനി സൊല്യൂഷൻ ആണെങ്കിൽ ഡിയും d1ഉം d2ഉം d3ഉം 0 ആണ്. ഇതിൽ ഏതെങ്കിലും രണ്ടാളെ പ്രോപ്പർ ആയിട്ട് കാൽക്കുലേഷൻ ചെയ്യാൻ വളരെ ഈസി ആയുള്ള രണ്ടാളെ എടുക്കുക, സോൾവ് ചെയ്യുക. ഇതാണ് ചെയ്യേണ്ട മെത്തേഡ്.